നമസ്തേ. ചില ആത്മാക്കൾ ഞാൻ മനുഷ്യരെ ആത്മാക്കളായിട്ടാണ് കാണുന്നത്. ചില വ്യക്തികൾ എന്താഗ്രഹിച്ചാലും നടക്കും. മനുഷ്യരെ ആത്മാവായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാൻ ചില ആത്മാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതും പല വീഡിയോകളും ഞാൻ ആത്മാക്കളെ അടിസ്ഥാനമാക്കി സംസാരിക്കുന്നതും. കാരണം നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്ന ആ അവസ്ഥയെ തന്നെയാണ് ഞാൻ ആത്മാവ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു പവർ ഉണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ ഈ ഗുണങ്ങൾ എത്രമാത്രം എനിക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു ആത്മപരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംസാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സംശുദ്ധമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു സന്ദേശം ഒരു ചാനലിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഇൻവിസിബിൾ സ്പിരിച്വൽ അലൈൻമെൻറ്റുകൾ തന്നെയാണ്. കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒത്തുചേരലുകൾ, സ്വരച്ചേർച്ചകൾ. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹത്തിനോട് ഉള്ളിൽ യുദ്ധം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പല ആൾക്കാരും സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി, ഈ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ഞാനെന്ന് ചിന്തിക്കുന്നതിന് ഒരു കുഴപ്പമാണ്. പക്ഷേ ഞാനിവിടെ ഉദാഹരണം മനസ്സിലാക്കാനായിട്ട് ലളിതമായിട്ട് പറയുകയാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്ക് 10 കോടിയുടെയോ അല്ലെങ്കിൽ 100 കോടിയുടെയോ ഒരു ബിസിനസ് സാമ്രാജ്യമൊക്കെ എങ്ങനെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള നല്ലൊരു കുടുംബത്തിനെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എനിക്കെങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള നല്ലൊരു കാമുകിയോ കാമുകനെയോ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ചോദ്യം ഇങ്ങനെ മനസ്സിൽ വരികയാണ്. അപ്പോൾ എനിക്കിത് സാധിക്കുമോ? ഞാൻ ഇതിനു മാത്രം ക്വാളിറ്റി ഉള്ളവനാണോ എന്നുള്ള ആ പ്രശ്നമില്ലേ? അതാണ് നമ്മുടെ ആഗ്രഹവുമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐ എം വർത്തി ടു അക്സെപ്റ്റ് ദിസ്. ഞാനിത് അംഗീകരിക്കാനായിട്ട് എനിക്ക് അതിന് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്, അതിന് വേണ്ടതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഞാനൊരു സാധാരണ വ്യക്തി അല്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും രീതിയിൽ ഉപരിപ്ലവമായിട്ട് ചിന്തിക്കണം എന്നല്ല. എനിക്കിത് സാധിക്കും, ഇതെനിക്ക് അർഹനാണ്, ഇതിന് ഞാൻ അർഹയാണ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നതിന് എനിക്ക് അർഹതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട് എന്നുള്ള മറുപടി കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുകയാണ്. ഈ സംശയം ഇല്ലാതെ ആകുന്ന സമയത്ത് നമ്മുടെ ഇന്നർ റെസിസ്റ്റൻസ്, ഉള്ളിൽ നിന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് കുറയും. ആ സമയത്ത് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിൻ്റെ എനർജി നമ്മളിലേക്ക് ഫ്ലോ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നിങ്ങൾ എന്തിനെയാണോ അനുവദിക്കുന്നത് അതാണ് നീ എന്ന് പറയുന്നത്. യു ആർ വാട്ട് യു അലോ. അടുത്തതായിട്ടുള്ള കാര്യം വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. എനിക്കിത് വേണം, അത് എൻ്റെ അവകാശമാണ്, എൻ്റെ പവറാണ്, അത് എനിക്ക് കൺട്രോളുള്ള കാര്യമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എനിക്കിത് വേണം. അതൊരു തരത്തിലുള്ള ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ്. ഈ ഡെസ്പറേറ്റ് ആയിട്ടുള്ള അവസ്ഥ എപ്പോഴും പ്രപഞ്ചത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കും എന്നുള്ളതാണ്. എനർജി ഫ്ലോ അവിടെ പ്രോപ്പറായിട്ട് നടക്കില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് തന്നെയാണ്. നമ്മുടെ ആഗ്രഹത്തിനോടും നമ്മുടെ കഴിവുകളോടും നമ്മൾ കാണിക്കുന്ന ഒരു നീതികേട് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞതായിട്ടുള്ള ഇന്നർ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ യുദ്ധമുണ്ടല്ലോ, അതിനേക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത് ഞാൻ ഈ പറയുന്നതായിട്ടുള്ള ഡെസ്പറേറ്റ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയുമോ? ആർത്തിയില്ലാതെ ആഗ്രഹിക്കുന്നതിനെയാണ് പ്രപഞ്ചം യഥാർത്ഥത്തിൽ നമ്മിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഐ ആം റെഡി എന്നുള്ള സിഗ്നലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഐ ആം ഡെസ്പറേറ്റ് എന്നുള്ള സിഗ്നലാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ലാക്ക് ഓഫ് വൈബ്രേഷൻ ആണ്. അവിടെ തരംഗം ഉണ്ടാകുന്നില്ല, പ്രോപ്പർ ഫ്രീക്വൻസി ഉണ്ടാകുന്നില്ല, എനർജി ഫ്ലോ ഉണ്ടാകുന്നില്ല. അതിനെ നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്ത് കളയുകയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ആത്മാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന രണ്ട് സത്യങ്ങളാണ്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം. ഞാൻ പണ്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയത് എനിക്ക് ഓർമ്മ വരികയാണ്. ആ സമയത്ത് ഞാൻ ടീനേജ് പ്രായത്തിലുള്ള സമയമാണ്. അപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിലെ വൈദികൻ ഇങ്ങനെ പല കാര്യങ്ങളും ഈ സാക്ഷ്യം പറയുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. എനിക്കത് കിട്ടി, ആ കിട്ടിയ ആൾ അത് വന്ന് സാക്ഷ്യം പറയുന്നു പൊതുജനത്തിൻ്റെ മധ്യത്തിൽ. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു ചേച്ചി അവിടെ കയറി വന്നിട്ട് പറയുകയാണ്, എൻ്റെ മോൾക്ക് നഴ്സിങ്ങിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതിന് അഡ്മിഷൻ കിട്ടി, ഞങ്ങൾക്കൊരു ചുവന്ന കാറ് മേടിക്കണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുകയായിരുന്നു, ഞങ്ങൾക്കൊരു കാറ് കിട്ടി. അപ്പോൾ ഈ പറയുന്ന ധ്യാനഗുരു അതിനെ ഏറ്റു പറയുകയാണ്, നിങ്ങൾ കേൾക്കൂ, ഇവർ പറയുന്നത് കണ്ടില്ലേ, ഇവർക്ക് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവർക്ക് കിട്ടി എന്നുള്ളത്. ഇതവർ ചോദിച്ചുകൊണ്ട് കിട്ടിയതാണോ എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം എന്ന് പറയുന്നത്. ഇതാണോ, ഈ ആഗ്രഹങ്ങളാണോ നമ്മൾ ചോദിക്കേണ്ടത്?
ഇവിടെ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ കോയിൻസിഡൻസ് പോലെ ചില ആളുകൾക്ക് ചിലത് കിട്ടുന്നു. പക്ഷേ ഈ ചോദിച്ചത് കൊണ്ടല്ല ഇവർക്ക് യഥാർത്ഥത്തിൽ ഇത് കിട്ടിയത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുത് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടല്ല. നീ എന്താണ് എന്നുള്ളത് നിനക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, നീ എന്താണ് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി നിനക്കുണ്ട് എന്നുണ്ടെങ്കിൽ നീ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. നിന്നിലേക്ക് പ്രപഞ്ചം അത് ചൊരിയുകയാണ് എന്നുള്ളതാണ്. അതാണ് വിശ്വാസത്തിനപ്പുറത്തുള്ള അവബോധം എന്ന് പറയുന്നത്. ഈ അവബോധമാണ് നമുക്ക് ജീവിതത്തിൽ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യമെന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റോൾ എന്താണെന്നുള്ള ക്ലാരിറ്റി നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഐഡന്റിറ്റി അലൈൻ ആകുന്ന സമയത്ത് റിയാലിറ്റി ഫ്ലോ ചെയ്തു വരും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളായിരിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, അതിനെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഐഡന്റിറ്റി, ഇതുവരെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഐഡന്റിറ്റി ആകർഷിച്ചെത്തിച്ചതായിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിന്റെ മൂല്യങ്ങളോട് മാച്ച് ചെയ്യുന്ന, അതിനെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം നിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇതെൻ്റെ ഒരു ഉപദേശമല്ല കേട്ടോ, ഇത് നമ്മുടെ ആത്മാവ് നമ്മളോട് പറയുന്നതായിട്ടുള്ള, ഇത്തരത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിവുള്ളവരുടെ ആത്മാവ് തിരിച്ചറിയുന്നതായിട്ടുള്ള സത്യങ്ങളിൽ ചിലതാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ മൂല്യങ്ങളോട് പൊരുത്തപ്പെടുന്നതായിട്ടുള്ള ആഗ്രഹങ്ങൾ, ധർമ്മത്തോട് വിരുദ്ധമല്ലാത്തതായിട്ടുള്ള ആഗ്രഹങ്ങൾ, ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ എനർജി ലീക്ക് ഇല്ലാതെ നിലനിൽക്കും എന്നുള്ളതാണ്. അവിടെ ഊർജത്തിന്റെ ചോർച്ച ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് കൂടുതൽ കാലം നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ ആഗ്രഹം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ ആ കർമ്മത്തിനെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ സമയത്താണ് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടുത്തതായിട്ടുള്ള രഹസ്യമെന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇത്തരത്തിലുള്ള ആത്മാക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എന്തെങ്കിലും നേടുന്നതിന് മുൻപ് അവർ ഒരു കാര്യം ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ആ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പീസ് അല്ലെങ്കിൽ സമാധാനം തന്നെയാണ്. കാരണം സമാധാനം അല്ലെങ്കിൽ കാംനെസ് ഉള്ള അവസ്ഥയിലേക്കാണ് ഈ നേട്ടത്തിനെ അല്ലെങ്കിൽ ഈ അച്ചീവ്മെൻറ്റിനെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത്. കാരണം ആദ്യം അവിടെ ഇത് വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പീസ്ഫുള്ളായിട്ട് കാമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നത്. പ്രപഞ്ചം സമൃദ്ധിയെ ചൊരിയുന്നത് കാമായിട്ടുള്ള കണ്ടെയ്നറുകളിലേക്കാണ്. അടുത്തതായിട്ടുള്ള കാര്യം, നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ സമയത്തിനെ ഫോഴ്സ് ചെയ്യരുത്, റഷ് ചെയ്യരുത്. സമയാസമയത്തിൽ നടക്കേണ്ടത് നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ധർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന്. ആ സമയത്തിനെ അതുകൊണ്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ ട്രസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വിശ്വസിക്കണം. പലപ്പോഴും പ്രപഞ്ചം പലതും നമ്മളിൽ നിന്ന് തടഞ്ഞു വെക്കുന്നതും ഡിലേ ചെയ്യുന്നതും റെഫ്യൂസൽ അല്ല, അത് പ്രോപ്പർ ടൈമിങ്ങിന്റെ അലൈൻമെന്റ് ആണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് മുൻപ് പങ്കുവച്ചിട്ടുള്ള ഒരു രഹസ്യമാണ്. അതൊരു തരത്തിലുള്ള പ്രിപ്പറേഷനാണ്. അത്തരത്തിലുള്ള തടഞ്ഞുവെക്കലുകൾ അല്ലെങ്കിൽ ഡിലേ എന്ന് പറയുന്നതിന്റെ ലെങ്ത് കുറയ്ക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ താക്കോൽ എന്ന് പറയുന്നത് വിശ്വാസം എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, നമ്മൾക്ക് എന്താണ് ഉള്ളത്, കിട്ടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അവബോധത്തിനോടൊപ്പം ഈ സമയത്തിലുള്ള വിശ്വാസവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ വളരെ മോശമായിട്ട് നമുക്ക് എടുത്തു ചാടുമ്പോൾ ഭവിക്കേണ്ട പല കാര്യങ്ങളും ഒരു നിമിഷം എങ്കിലും നമുക്കൊന്ന് കാമായിട്ട് നിന്ന് ഒന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പവർഫുള്ളായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വഴിയിലേക്കോ നമുക്ക് പോകാനായിട്ടുള്ള അവസരം ഒരുക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ അവസരങ്ങളെ കൊണ്ടുതരുന്നതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മെഷീനാണ് സമയമെന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹം ഉദിച്ചു വരേണ്ടത് നമ്മുടെ ഈഗോയിൽ നിന്നല്ല, നമ്മുടെ പർപ്പസ് അല്ലെങ്കിൽ നമ്മുടെ ദൗത്യത്തിൽ നിന്നാണ്. അതാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മം. എനിക്ക് വേണം എന്നത് എൻ്റെ ഈഗോയാണ്. ഇതിലൂടെ ഞാൻ എന്ത് നൽകും എന്നുള്ളതാണ് എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. പർപ്പസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസയേഴ്സ് ഫാസ്റ്ററായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ദൗത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഡിസയറുകളാണ് എളുപ്പത്തിൽ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആകർഷണ നിയമം അതിവേഗത്തിൽ ഇവിടെ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. നമുക്ക് നിലവിൽ ഉള്ളതിനോടുള്ള താങ്ക്ഫുൾനെസ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ തന്നെയാണ്. കുറവാണ്, എനിക്കിത് തികയുന്നില്ല, എനിക്കിത് പോരാ എന്നുള്ള എനർജി മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫ്ലോ ഉണ്ടാകുമെന്നുള്ളതാണ്. അവിടേക്കുള്ള ഒഴുക്ക് വർദ്ധിക്കുമെന്നുള്ളതാണ്. എനിക്കിത് തികയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ചോർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ എനിക്ക് മതി എന്ന് പറയുന്ന സമയത്ത് ആ ചോർച്ച അവിടെ അടയ്ക്കപ്പെടുകയും പിന്നീട് വരുന്നതൊക്കെ സമൃദ്ധിയായിട്ട് മാറുകയും ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഈ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതായിട്ടുള്ള ആത്മാക്കൾ ഈ സത്യത്തിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ ആർക്കും ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എപ്പോഴും ഒച്ചപ്പാടിൻ്റെയും ഈഗോയുടെയും ബഹളങ്ങളുടെയും ഇടയ്ക്ക് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് വളരെ നോയ്സി ആയിരിക്കും എന്നുള്ളതാണ്.
എന്നാൽ സൈലൻസിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഇത് ഇത്തരത്തിലുള്ള വിജയിക്കുന്ന ആത്മാക്കൾക്ക് അറിയാവുന്ന അടുത്ത ഒരു മഹാരഹസ്യമാണ്. സൈലൻസിൽ എടുത്തിരിക്കുന്ന അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വെൽ റൂട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതിന് വേര് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വഴിയരികിൽ വീണിട്ടുള്ള വിത്തല്ല എന്നുള്ളതാണ്. റൂട്ടഡ് ആയിട്ടുള്ള ഡിസൈഡ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റെബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തു വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനോടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഉപേക്ഷിക്കുക. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു കുടുംബം വേണം, അല്ലെങ്കിൽ ഒരുപാട് പണം വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഈ ഡിസയർ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ പാരഡോക്സിക്കലായിട്ട് പറയുകയാണ്. നമുക്ക് അറ്റാച്ച്മെന്റ് കൂടുന്ന സമയത്ത് അവിടെ നമ്മൾ ക്ലച്ച് പിടിക്കുകയാണ് അല്ലേ. നമ്മൾ വണ്ടിയുടെ ക്ലച്ച് ഫുൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്താണ് അതിൻ്റെ കറക്റ്റ് സ്പീഡ് നമുക്ക് കിട്ടുന്നത്. ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഇത് ഒരു ക്ലച്ച് പോലെയാണ്. ആ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് എനർജി സർക്കുലേറ്റ് ചെയ്യുകയാണ്, ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് ഗിവപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല അർത്ഥമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ലെറ്റ് ഗോ എന്ന് പറയുന്ന സമയത്ത് ഫ്ലോ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇന്നർ കോൺഫ്ലിക്റ്റ് കുറയുമെന്നുള്ളതാണ്. നമ്മളും ആഗ്രഹവും തമ്മിലുള്ള യുദ്ധം അവിടെ അവസാനിക്കുമെന്നുള്ളതാണ്. എനർജിയുടെ ഫ്ലോ, സമൃദ്ധിയുടെ ഫ്ലോ പ്രപഞ്ചത്തിൽ നിന്ന് ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ നിങ്ങളിലേക്ക് ഒഴുകി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.